നമസ്കാരം, വെലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപക്ഷെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ക്ലാസ് ഈ ടോപ്പിക്കാണ്. ഇത് കേൾക്കുന്ന പലരും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്ലാസ്സാണെന്ന് എനിക്കറിയാം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, CS എക്സിക്യൂട്ടീവിൻ്റെ കമ്പനി ലോ പേപ്പറിൽ പൊതുവെ കുട്ടികൾ അത്ര പഠിക്കാത്ത ഒരു ഏരിയയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ചിലർ നല്ലതിൽ പഠിക്കുന്നുണ്ട്. ഇത് ഫൈനലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫഷണലിൽ ഒത്തിരി പ്രാവശ്യം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് ESG ആൻഡ് ഗവേണൻസ് പേപ്പറിൽ പഠിക്കാനുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ബോർഡ് കമ്മിറ്റീസ്. അതും ഞാൻ പറഞ്ഞു, ഇതൊക്കെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഏരിയ അല്ല, പക്ഷെ എന്നാൽ നല്ല രീതിയിൽ പഠിക്കേണ്ട ഏരിയയാണ്. അപ്പം അത്തരത്തിൽ ഒരു ടോപ്പിക്കാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആശയം നിങ്ങൾക്കറിയാം. ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ബേസിക്കലി രണ്ടായിട്ടാണ്. ഒരു ബോർഡിലെ ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും, രണ്ട് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയിൽ ഡേ ടു ഡേ അഫേഴ്സ് നോക്കുന്ന, കമ്പനിയിൽ ഹോൾ ടൈം എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ഡയറക്ടേഴ്സിന് മൊത്തത്തിൽ പറയുന്ന ഗ്രൂപ്പാണ് ED, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. എന്നാൽ കമ്പനിയിൽ ബോർഡ് മീറ്റിംഗിൽ മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്ത് കമ്പനിയിൽ അഡ്വൈസ് കൊടുക്കുന്ന പാർട്ട് ടൈം ഡയറക്ടേഴ്സിൻ്റെ പേരാണ് NED, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഡയറക്ടറാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. കമ്പനിയുടെ ബോർഡിൻ്റെ എഫക്റ്റീവ്നെസ്സും ട്രാൻസ്പാരൻസിയും പ്രോസസ്സും കൂട്ടാനായിട്ട് കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ഒരു കൺസെപ്റ്റാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്ര ഡയറക്ടേഴ്സാണ്. അവർക്ക് കമ്പനിയുമായിട്ട് മെറ്റീരിയലായിട്ടുള്ള ഒരു ബന്ധവുമില്ല, കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകളില്ല. അപ്പോൾ കമ്പനിയുമായിട്ട് മെറ്റീരിയലായിട്ടുള്ള ബന്ധങ്ങളില്ല. കമ്പനിയുടെ ഡയറക്ടർമാരുമായിട്ടോ CEO ആയിട്ടോ MD-യുമായിട്ടോ KMB-യുമായിട്ടോ ആരുമായിട്ടും പ്രത്യേക ബന്ധമൊന്നുമില്ല. സാമ്പത്തികപരമായിട്ടും കമ്പനിയുമായിട്ട് വലിയ ഇടപാടുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സ്വതന്ത്രരായിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിലും കമ്പനിയുടെ മൊത്തത്തിലുള്ള പോളിസി മേക്കിങ്ങിലും അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ദേ ക്യാൻ ഗീവ് ദെയർ ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെന്റ് ആൻഡ് എക്സ്പ്രസ് ദെയർ ഇൻഡിപെൻഡൻറ്റ് വ്യൂസ് ഓവർ ദ വേരിയസ് ഇഷ്യൂസ് ഇൻ ദ കമ്പനി coming through the board process. So that is why this category of directors is called as independent director. അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ വ്യൂസ് പറയാൻ പറ്റും. ബിക്കോസ് അവർക്ക് കമ്പനിയുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടുകളോ കമ്പനിയുടെ മെയിൻ ആൾക്കാരായ ഡയറക്ടർ ബോർഡും KMB-യുമായിട്ടും MD-യുമായിട്ടും തന്നെ ഒരു പേഴ്സണൽ ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ എക്സ്പെർട്ടൈസിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ പ്രൊഫഷണലിസത്തിന് ബേസ് ചെയ്തിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട്, നമ്മൾ പറയത്തില്ല, മുഖം നോക്കാതെ തന്നെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം ഡയറക്ടേഴ്സ് ബോർഡിൽ ഉണ്ടാവുന്നത് എപ്പോഴും കമ്പനിയുടെ ബോർഡ് പ്രോസസ്സിനെയും കോർപ്പറേറ്റ് ഗവേണൻസിനെയും ട്രാൻസ്പാരൻസിയും ഓവറോൾ കമ്പനിയുടെ പെർഫോമൻസിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവും എന്നുള്ള ആശയത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ മാൻഡേറ്ററി ആയിട്ട് നിശ്ചിത കമ്പനികൾ അപ്പോയിന്റ് ചെയ്യണമെന്നുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഇത് വളരെ ഹിറ്റായി മാറി. കാരണം ഒത്തിരി വെൽ ഗവേൺഡ് കമ്പനീസിൽ നിർണായകമായിട്ട് ബോർഡിൽ പങ്കുവയ്ക്കുന്ന ഡയറക്ടേഴ്സ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. വെൽ തറവ് പ്രൊഫഷണൽസാണ്. കമ്പനി ഏത് ഡൊമൈനിലാണോ, ഏത് ഇൻഡസ്ട്രിയിലാണോ ഉള്ളത്, ആ ഇൻഡസ്ട്രിയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള, എത്രയോ വർഷം കമ്പനികളിലൊക്കെ ടോപ്പ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള, വളരെ എക്സ്പെർട്ടൈസ് ഉള്ള അഡ്മിനിസ്ട്രേഷനിലും ലോയിലും ഫിനാൻസിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും മാർക്കറ്റിങ്ങിലും ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല ക്വാളിഫിക്കേഷനുള്ള IIM, IIT, അതുപോലെ തന്നെ വെളിയിലത്തെ ബിസിനസ് സ്കൂൾസ്, ഇന്ത്യയിലെ ICSI, ICI പോലത്തെ പ്രമുഖ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ
മെമ്പേഴ്സും അല്ലെങ്കിൽ അലൂമിനിയസിനെയുമാണ് ഈ കമ്പനിയിലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സായിട്ട് പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ട് ചേർന്ന് ഒരു ഡേറ്റാ ബാങ്ക് അല്ലെങ്കിൽ ഡേറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിശ്ചിത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിൻ്റെ പരീക്ഷ എഴുതി പാസ്സായി ആ ലിസ്റ്റിൽ കയറാവുന്നതാണ്. അതിൽ നിന്നാണ് നമ്മൾ പൊതുവെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിലു സാറും ഒരു രജിസ്റ്റേർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. എൻ്റെ പേരും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഡേറ്റാ ബാങ്കിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു ആമുഖം പറയാനുള്ളത്. ഇനി നമുക്ക് പ്രൊവിഷൻസ് നോക്കാം. ഒരു ഏരിയ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ വായിച്ച് വിടാൻ പറ്റുന്നതല്ല. അതാണ് കുട്ടികൾക്ക് കഷ്ടമെന്ന് പറയാൻ കാര്യം. എല്ലാ ഏരിയയും പോലെ ചുമ്മാ വായിച്ച് വിടും. യു കനോട്ട് ഇൻ സർട്ടൻ ഏരിയ യു കനോട്ട് ജസ്റ്റ് ഗോ ആൻഡ് റീഡ്, അല്ലേ? അപ്പോൾ അത് സമയമെടുത്ത് ഒരു 1-2 മണിക്കൂർ മാറിയിരുന്ന് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പഠിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുത്തിയിരുന്ന് ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് മനസ്സിലാക്കിയാൽ ഇതുപോലൊരു നല്ലൊരു ഏരിയ നിങ്ങൾ കമ്പനീസ് ലോയിൽ കാണത്തില്ല. അത്രത്തോളം ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. സോ പ്ലീസ് ഡിവോട്ട് സം ടൈം. ഇത് പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ മാറിയിരുന്ന് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന് വേണ്ടി മാത്രം 2 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. ഒരിക്കൽ പഠിച്ചാൽ ഇതൊരു അസറ്റായിരിക്കും. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമിനും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ പ്രൊവിഷൻ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നേരെ നമുക്ക് സ്റ്റഡി മെറ്റിലോട്ട് പോകാം. നിങ്ങളുടെ തന്നെ സ്റ്റഡി മെറ്റിൽ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 149 ആണ് എല്ലാ ഡയറക്ടേഴ്സിനെ കുറിച്ചും കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സെക്ഷനാണ്. അതിൻ്റെ അകത്ത് പല സബ് സെക്ഷനിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ പരാമർശമുണ്ട്. 149(4), 149(6), 149(7), 149(9), 149(10) ഇങ്ങനെ എല്ലാ പല പല സബ് സെക്ഷനിലാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ പ്രൊവിഷൻസ് ഉള്ളത്. ഇതിന് പുറമെ ഡെഫിനിഷൻ ഉണ്ട് 2+47. അപ്പോൾ 149 സബ്സെക്ഷൻ 4ലാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. എത്ര പേരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. So the opening section which we are going to study today is section 149 subsection 4, read with rule 4 of companies AQD rules 2014. താഴെ പറയുന്ന ക്ലാസ്സസ് ഓഫ് കമ്പനീസിന് മാൻഡേറ്ററി ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ബോർഡിൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഓൾ ലിസ്റ്റഡ് കമ്പനി, എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും, ലിസ്റ്റഡ് കമ്പനി എന്താണെന്ന് എൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഉണ്ട്, ഈ ഇടയ്ക്ക് ഇട്ടു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് നോക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ഒരു ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ 1/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം. 1/3 ആകുമ്പോൾ ഫ്രാക്ഷൻ വരും. ഫ്രാക്ഷൻ വന്ന് റൗണ്ടഡ് ഓഫ് ടു 1 ആക്കണം. അറിയാലോ, ഒരു പോയിന്റിൽ നമുക്ക് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് ഫ്രാക്ഷൻ ഒബ്വിയസ്ലി വരും. അതാണ് 1/3 ആയതുകൊണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ അതിനെ റൗണ്ട് ചെയ്ത് 1 ആക്കണം എന്നാണ് പറഞ്ഞത്. സോ ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം ടോട്ടൽ ബോർഡിന്റെ 1/3 വന്നിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മാൻഡേറ്ററി ആയിരിക്കണം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ പറഞ്ഞ, ഒരു ഉദ്ദേശം പറഞ്ഞ 10 പേര് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ, 10 ഡയറക്ടേഴ്സ് ഉള്ള കമ്പനിയാണെങ്കിൽ അതിൽ 3 പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 1/3 ഞാൻ പോയിന്റ് വെച്ച് വരുമ്പോൾ റൗണ്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ 4 വേണമെങ്കിലും പറയാം. ഓക്കെ, 4 കൂടുതലാവുന്നതിൽ തെറ്റില്ല, കുറഞ്ഞാലൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ 10ൽ 4 പേര് നമുക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അടുത്ത് ലിസ്റ്റഡ് അല്ലാത്ത പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചോളം ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 10 കോടിക്ക് മുകളിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലോ, 100 കോടിക്ക് മുകളിൽ ടേൺ ഓവറോ, അല്ലെങ്കിൽ 50 കോടിക്ക് മുകളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോണോ. ഈ 3 ക്രൈറ്റീരിയ നിങ്ങൾക്കറിയാം, കമ്പനികളിൽ പല സ്ഥലങ്ങളിലും വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഇത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. 10 കോടിക്ക് മുകളിൽ ക്യാപിറ്റലോ, 100 കോടിക്ക് മുകളിൽ ടേൺ ഓവറോ, അല്ലെങ്കിൽ 50 കോടിക്ക് മുകളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോണോ ഡിബഞ്ചറോ ഡെപ്പോസിറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനികളിൽ ടോട്ടൽ ബോർഡിൽ 2 പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണം. അപ്പോൾ ലിസ്റ്റഡ് ആകുമ്പോൾ അറൗണ്ട് 4 അല്ലേ, 1/3 ആണല്ലോ, 3 4 ഒക്കെ വരും. ഇവിടെ കുറച്ചുകൂടി കുറയും, 2 പേരും. അപ്പോൾ 10 പേരുള്ള ബോർഡിലാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ 1/3 ആണ്, അറൗണ്ട് 3 അല്ലെങ്കിൽ 4 തന്നെ എടുക്കാം. അത് അൺലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ ക്രൈറ്റീരിയയിൽ വരികയാണെങ്കിൽ 2 മതി. അപ്പോൾ 10ൽ 2 പേർ. ഇതാണ് എൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻ. സോ ദിസ് ഈസ് ദ ബേസ് റിക്വയർമെൻറ്റ് ഓഫ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഫോർ എ കമ്പനി. ഒബിയസ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും ഈ ലിമിറ്റിന് താഴെയുള്ള കമ്പനീസിനും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വോളണ്ടറി ആണ്, മാൻഡേറ്ററി അല്ല. ക്ലിയർ ആയോ അല്ലേ? പഠിപ്പിക്കുന്ന എന്തെങ്കിലും ആശയങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാനത് നോക്കിയിട്ട് മറുപടി തരാം. ജനറലായിട്ട്
ഇൻഡിപെൻഡന്റ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനി ഇത് ഓഡിറ്റ് കമ്മിറ്റിക്കും അങ്ങനെയായിരുന്നു. കമ്മിറ്റിയിൽ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. JV കമ്പനിക്കും ഹോൾലി ഓൺ സബ്സിഡി കമ്പനിക്കും അതുപോലെ തന്നെ ഡോർമന്റ് കമ്പനിക്കും ഇൻഡിപെൻഡന്റ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല, വോളണ്ടറി ആണ്. ഇത് നമ്മൾ കമ്മിറ്റീസിലും എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് സ്വാഭാവികമായിട്ടും ഇതിലുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ 1/3 കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടെ ഒരു ചെറിയൊരു LODR റെഗുലേഷനിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അതും കൂടെ വേണമെങ്കിൽ നോക്കി വയ്ക്കാം. കാരണം അവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ചെയർമാനെ ബേസ് ചെയ്തിട്ടാണ് എന്നൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നോക്കി വയ്ക്കാം. ബേസിക് ആയിട്ടുള്ളത് 149(4)ലാണ്. അഡീഷണൽ ആയിട്ടുള്ളത് വേണമെങ്കിൽ അതും കൂടെ നോക്കുവാണെങ്കിൽ റെഫർ ചെയ്യാം. കുട്ടികളെ, ഇനി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്താണ്, ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നുള്ളതാണ് നിങ്ങളെ ജിജ്ഞാസ. സെക്ഷൻ 2 ക്ലോസ് 47 ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഡെഫിനിഷൻ. സെക്ഷൻ 2 ക്ലോസ് 47 പ്രകാരം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്താണെന്ന് പറയുന്നില്ല, അതിന് പകരം ഒരു റെഫർ ചെയ്ത് പറഞ്ഞിരിക്കുക. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മീൻസ് ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ റെഫേർഡ് ടു സെക്ഷൻ 149(6) ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ടിലെ 149 സബ്സെക്ഷൻ 6-ൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് സെക്ഷൻ 149(6)-ൽ പരാമർശിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഡെഫിനിഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പറയുന്നത്, സെക്ഷൻ 2 ക്ലോസ് 47. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ സെക്ഷൻസ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം, എന്നാലും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ചുകൂടി മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അപ്പോയിൻമെന്റും ആപ്ലിക്കബിലിറ്റിയും 149(4) ആണ്. ഡെഫിനിഷൻ 2 ക്ലോസ് 47 ആണ്. അടുത്തത് ആപ്ലിക്കബിലിറ്റി, അതും ആപ്ലിക്കബിലിറ്റിയും എത്ര നമ്പർ വേണമെന്നുള്ളതും 149(4)ലാണ്. 2 ക്ലോസ് 47 ഡെഫിനിഷനാണ്. ഇനി ചോദ്യം, ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, ആർക്കൊക്കെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാം, അവരെ ക്വാളിറ്റിയും ക്രൈറ്റീരിയയും ട്രേറ്റ്സും പറഞ്ഞിരിക്കുന്നത് വളരെ ഗോൾഡൻ സെക്ഷനായ 149 സബ്സെക്ഷൻ 6-ലാണ്. കാരണം ഡെഫിനിഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 149(6)-ൽ പരാമർശിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ണുകളും സെക്ഷൻ 149(6)ലോട്ടാണ്. കുട്ടികളെ, 149(6) ഞാൻ നേരത്തെ പറഞ്ഞു, ചുമ്മാ വായിച്ചു വിട്ടാൽ പറ്റത്തില്ല. ഒരു ടീച്ചർ എന്ന രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനേ പറ്റൂ. നിങ്ങളത് കേട്ട് മനസ്സിലാക്കി 2-3 പ്രാവശ്യം അത് 149(6) വായിച്ച് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വളരെ ഇൻട്രിക്കസി ആയിട്ട് വായിക്കേണ്ട കാര്യം. ഓപ്പണിംഗിൽ തന്നെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അതർ ദാൻ MD or Holton director or nominee director who does not have any material or peculiar relationship with the company. കമ്പനി ആൻഡ് കമ്പനി ഡയറക്ടേഴ്സ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഒരിക്കലും ഒരു MD അല്ല, MD ആവരുത്, ഹോൾട്ടൺ ഡയറക്ടർ ആവരുത്, അതുപോലെ തന്നെ നോമിനി ഡയറക്ടർ ആവരുത്. അപ്പോൾ 3 categories of directors are already excluded. At the outset, it has been excluded from the category of independent directors. One is MD, second one is Holton director, and third one is nominee director. ഈ 3 കാറ്റഗറി ആൾക്കാരും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അല്ല. പുറമെ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കമ്പനിയുമായിട്ട് മെറ്റീരിയൽ ആയിട്ടുള്ള, പെക്യൂനറി എന്ന് വെച്ചാൽ സാമ്പത്തികം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കമ്പനിയുമായിട്ടോ കമ്പനിയുടെ ഡയറക്ടേഴ്സുമായിട്ടോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 149(6)ന്റെ ഇൻട്രോയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബേസിക്കലി ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഈസ് എ NED, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. പറയേണ്ട ആവശ്യമില്ല, ഇയാൾ ഒരിക്കലും എക്സിക്യൂട്ടീവ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലെ ഒരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിലുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഡയറക്ടറാണ് ഈ പറഞ്ഞ NED. സോ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഈസ് ബേസിക്കലി എ NED, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, ആൻഡ് നോട്ട് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇനി അങ്ങോട്ട് ഓരോ ഏരിയയിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ കുറിച്ച് കാറ്റഗറി ആയിട്ട് ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 149(6) prescribes the criteria for independent directors as follows. അപ്പോൾ 149(6) പ്രകാരം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആര്, അവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് താഴെ പറയുന്നു. ഒരുപാട് ഉണ്ട്, അതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് കാറ്റഗറി, who is in the opinion of the board is a person of integrity and possesses relevant industrial experience and expertise. അപ്പോൾ ആദ്യമേ പറയുന്നു, ബോർഡിന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന വ്യക്തി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പൊതുവെ ഒരു ഇന്റഗ്രിറ്റി ഉള്ള ആളും ഹോണസ്റ്റി ഉള്ള ആളും അല്ലേ, ഒരു ഗുഡ് ഫെയ്ത്ത് ഉള്ള ആളും, അതിനൊക്കെ പുറമെ ആ പറഞ്ഞ റിലവന്റ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ആളായിരിക്കണം. നിങ്ങളുടെ കമ്പനി സോഫ്റ്റ്വെയറോ IT കമ്പനി ആണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് IT മേഖലകളിൽ എക്സ്പീരിയൻസ് വേണം.
നിങ്ങളെ കമ്പനി ഒരു ഷുഗർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത് ബന്ധപ്പെട്ടത് വേണം. നിങ്ങളെ കമ്പനി കെമിക്കൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ടാണ് കുട്ടികളെ ലോയിൽ റിലവൻറ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് പറയുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ഡൊമൈനിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളായിരിക്കണം നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. 2, സച്ച് ഇൻഡിവിജ്വൽ ഷാൽ നോട്ട് ബി എ പ്രൊമോട്ടർ ഓർ റിലേറ്റഡ് ടു പ്രൊമോട്ടർ. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരിക്കലും പ്രൊമോട്ടർ ആവാൻ പാടില്ല. അതുമാത്രമല്ല പ്രൊമോട്ടറുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാവാനും പാടില്ല. ഈ കമ്പനി എന്ന് ഇവിടെ എവിടെ യൂസ് ചെയ്യുമ്പോഴും 3 കാറ്റഗറി കമ്പനിയെ മനസ്സിൽ ഓർമ്മിക്കണം. കാരണം അവിടെ ആയിട്ട് കമ്പനി എന്ന് പറയുമല്ലോ. ഇവിടെ ഈ സെക്ഷൻ, ഈ സബ് സെക്ഷൻ കമ്പനി ഇൻക്ലൂഡ്സ് കമ്പനി, നമ്മളെ ഹോൾഡിംഗ് കമ്പനി, നമ്മുടെ സബ്സിഡറി കമ്പനി, നമ്മുടെ അസോസിയേറ്റ് കമ്പനി. ക്ലിയർ ആണല്ലോ? ഇത് എല്ലായിടത്തും വരും. സാർ അങ്ങനെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. wherever 149(6) the word company includes your company where you are going to appoint ID, independent director, or your holding company, or your subsidiary company, or your associate company. ഹോൾഡിംഗ് കമ്പനി, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനി, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് സബ്സിഡറി കമ്പനി, നിങ്ങളുടെ സഹോദര സ്ഥാപനം അസോസിയേറ്റ് കമ്പനി. സബ്സിഡറി എന്ന് പറയുമ്പോൾ 51% നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 20% ഹോൾഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ സബ്സിഡറി അല്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് മൊത്തത്തിൽ ആണ് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ നമ്മളിവിടെ കമ്പനി എന്ന് പറയുമോ, യു ഇംപ്ലൈഡ്ലി understand that includes the entire group of company, your holding company, your subsidiary company and your associate company. So ഈ പറയുന്ന ആള് നമ്മളെ കമ്പനിയുടെ പ്രൊമോട്ടർ അല്ല, നമ്മളെ ഗ്രൂപ്പിലെ ഒരു കമ്പനിയുടെ പ്രൊമോട്ടറും അല്ല, അതുമാത്രമല്ല ആ പ്രൊമോട്ടറുടെ ബന്ധുവല്ല. ബന്ധു ആവരുത്, അല്ല എന്നല്ല പറയുന്നത്, ആവരുത്. 3, such individual who has or had no pecuniary relationship with the company exceeding 10% of his total income. കമ്പനിയുമായിട്ട്, കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുമായിട്ട്, കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുമായിട്ട്, കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടുകൾ ബന്ധവുമില്ല. അതാണ് പെക്യൂനറി വെച്ചാൽ സാമ്പത്തികം. എക്സെപ്റ്റ് ബൈ വേ ഓഫ് റെമ്യൂണറേഷൻ, ശമ്പളം മേടിക്കാം, അതും സാമ്പത്തികമാണല്ലോ, അതുകൊണ്ട് അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊഴികെ ഈ കമ്പനിയുമായിട്ട് നമ്മളെ ഗ്രൂപ്പുമായിട്ട് യാതൊരു സാമ്പത്തിക ബന്ധവുമില്ലാത്ത ആളായിരിക്കണം. ആ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 10% ഓഫ് ഹിസ് ടോട്ടൽ ഇൻകം. അയാളുടെ 10% മുകളിൽ വരുമാനം കിട്ടുന്ന രീതിയിൽ, ആ എമൗണ്ട് വരുന്ന രീതിയിൽ ഈ പറയുന്ന ഗ്രൂപ്പിലെ ഒരു കമ്പനിയുമായിട്ടും അയാൾക്ക് സാമ്പത്തിക ബന്ധം ഇല്ല. 10% വരെയാണെങ്കിൽ എക്സെപ്റ്റ്. നല്ല അല്ലേ? ഗുരുത്വപ്പെട്ട എല്ലാ പോയിന്റ്സിനും ഒരു ലിമിറ്റ് പറയുന്നുണ്ട് റെക്കൺ ചെയ്യാൻ. ഈ വർഷവും 2 വർഷം. ഇപ്പൊ സാമ്പത്തിക ഇടപാടില്ല എന്ന് വെച്ചാൽ ആയുഷ്കാലം മുഴുവനല്ല, 50 വർഷം മുമ്പോ 30 വർഷം മുമ്പോ 16 വർഷം മുമ്പോ സാമ്പത്തിക ഇടപാട് ഉണ്ടെങ്കിലോ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ലോയ്ക്ക് പറയാൻ പറ്റും. അപ്പൊ ലോ വിൽ സേ 3-year ടൈം. 1 is the current year where in which we are going to appoint him and plus ബാക്കിലോട്ട് 2 year. സോ അതാണ് 3 year. കറണ്ട് ഇയറും ബാക്കിലോട്ട് 2 year. ഈ 3 വർഷമാണ് സാമ്പത്തിക ഇടപാട് ഉണ്ടോ ഇല്ലയെന്ന് ലോ ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആക്കാം. ഗെയിം മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടിയുടെ ആദ്യത്തെ 3 പോയിന്റ് നമ്മൾ അയാളെ കുറിച്ചാണ് പറയുന്നത്. അയാൾ ഇന്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം, അയാൾക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അയാൾ പ്രൊമോട്ടർ ആവരുത്, അയാൾ പ്രൊമോട്ടറിന്റെ ബന്ധു ആവരുത്, അയാൾക്ക് മെറ്റീരിയൽ പെക്യൂനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. നൗ അടുത്ത കാറ്റഗറി ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ഹൂസ് റിലേറ്റീവ്സ് ആണ്. അയാളെ ബന്ധുവിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ബന്ധുവിന് പ്രത്യേക ഡെഫിനേഷൻ ഉണ്ട് കമ്പനീസ് ആക്ട് റിലേറ്റീവ് നോക്കണം കേട്ടോ. അപ്പൊ ഇതിന് നേരം നമ്മൾ അയാളെ കുറിച്ച് ഇപ്സോ ഫാക്ടോ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിം ഓർ ഹെർ. നൗ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹിസ് ഓർ ഹെർ റിലേറ്റീവ്. എന്താണ് റിലേറ്റീവിന്റെ പ്രശ്നം? നൺ ഓഫ് ഹൂസ് റിലേറ്റീവ്സ് ഈസ് ഹോൾഡിംഗ് ഇൻ സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. അയാളുടെ ഇമ്മീഡിയറ്റ് ബന്ധുക്കൾ ഈ കമ്പനിയിൽ, നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആവരുത്, സെക്യൂരിറ്റി ഹോൾഡർ ആവരുത്. above 50 lakhs or 2% of our paid up capital whichever is higher. നമ്മുടെ കമ്പനിയിലോ നമ്മളെ ഗ്രൂപ്പ് കമ്പനിയിലോ അയാളുടെ ഒരു ബന്ധുക്കളും 2% മുകളിലോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ഒരു സെക്യൂരിറ്റിയും ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതായത് ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടില്ല, ഡിബഞ്ചർ ഹോൾഡ് ചെയ്യാൻ പാടില്ല. പോയിന്റ് നമ്പർ 1. അയാളുടെ ബന്ധുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അയാളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അയാളുടെ ബന്ധു
നമ്മുടെ കമ്പനിയിലെ 2% മുകളിൽ അഥവാ 50 ലക്ഷത്തിന് മുകളിൽ പൈസ വെച്ചിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ ആവാൻ പാടില്ല, സെക്യൂരിറ്റി ഹോൾഡർ ആവാൻ പാടില്ല. 2, അയാളുടെ ബന്ധു നമ്മളെ കമ്പനിയിലോ നമ്മളെ ഗ്രൂപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയില്ല, നമ്മളെ കമ്പനി, നമ്മളെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അസോസിയേറ്റ് കമ്പനി, ഗ്രൂപ്പ് കമ്പനിയിൽ ഇൻഡക്റ്റഡ് ആയിരിക്കാൻ പാടില്ല, കടക്കാരനായിരിക്കാൻ പാടില്ല. ഒരു ലോണിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള ആളായിരിക്കാൻ പാടില്ല. 2% മുകളിൽ പെക്യൂണിയറി ഇൻട്രസ്റ്റ് ഉള്ള ആളാവാൻ പാടില്ല. അപ്പോൾ കുട്ടികളെ, ഇപ്പം പറഞ്ഞ 4 പോയിന്റും ഇയാളെ കുറിച്ചല്ല, നമ്മൾ അയാളുടെ ബന്ധുവിനെ കുറിച്ചാണ് പറയുന്നത്, മറക്കുന്നത് ഡി ക്ലോസ്. അപ്പോൾ ബന്ധു 4 കാര്യങ്ങളാവാൻ പാടില്ല. ഒന്ന്, 2% മുകളിൽ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ആളായിരിക്കാൻ പാടില്ല, ഷെയർ ഹോൾഡർ ആവാൻ പാടില്ല. നമ്മളെ കമ്പനിയുടെയോ നമ്മളെ ഗ്രൂപ്പ് കമ്പനിയുടെയോ കടക്കാരനായിരിക്കാൻ പാടില്ല, ഇൻഡപ്റ്റഡ് ആയിരിക്കാൻ പാടില്ല. നമ്മളെ കമ്പനിയുടെയോ നമ്മളെ ഗ്രൂപ്പ് കമ്പനിയുടെയോ ഒരു ലോണിന് ഗ്യാരണ്ടി നിന്ന ആളായിരിക്കാൻ പാടില്ല. 4, നമ്മളെ കമ്പനിയിലോ നമ്മളെ ഗ്രൂപ്പ് കമ്പനിയിലോ 2% മുകളിലെ പെക്യൂണറി സാമ്പത്തിക ബന്ധമുള്ളാവാൻ പാടില്ല ഇയാളുടെ ബന്ധു. അങ്ങനെ ആയാൽ ഇയാളെ നമ്മൾക്ക് ഇൻഡിപെൻഡന്റ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂല. പഠിക്കുമ്പോൾ ഈ ലിമിറ്റുകളെല്ലാം നിലയിൽ നോക്കണം. 2% കിടപ്പുണ്ട്, 50 ലക്ഷം കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇൻഡിപെൻഡന്റ് പഠിക്കുന്ന ഒരു ആർട്ടാണ്, ഒരു കലയാണ്. നിർത്തി ഓരോന്നും വായിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പോകണം. ആദ്യത്തെ 3 പോയിന്റ് അയാളെ കുറിച്ചും അടുത്ത 4 പോയിന്റ് അയാളെ ബന്ധുവിനെ കുറിച്ചും. ക്ലിയർ അല്ലേ? വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ചെയ്യുന്നത് നിർത്തി ബാക്കിലോട്ട് ഇട്ടിട്ടൊക്കെ കേട്ട് പോകല്ലേ, ബാക്കിലോട്ട് നോക്കി ബാക്കിലോട്ട് കേട്ട് പോകുകൊണ്ട് നിർത്തി വീണ്ടും വേണമെങ്കിൽ ഒന്ന് കേട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാം. അടുത്തത് ഇ എന്ന് പറയുന്ന കാറ്റഗറി. നമ്മൾ അയാളെക്കുറിച്ചും, നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലോസിൽ അയാളെക്കുറിച്ചും അടുത്ത അയാളെ ബന്ധുവിനെ കുറിച്ചും. ഇവിടെ എന്താണ്? ഹി മസ്റ്റ് നോട്ട് എയ്തർ ഡയറക്ട്ലി ഓർ എനി ഓഫ് ഹിസ് റിലേറ്റീവ്സ്. ഇ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് 3ാമത്തെ കാറ്റഗറി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്രൈറ്റീരിയ അയാളെയും ബാധിക്കും, അയാളുടെ ബന്ധുവിനെയും ബാധിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് മറക്കരുത്. എ എന്ന് പറയുന്ന, അതായത് ആദ്യത്തെ ഈ 3 പോയിന്റ് അയാളെക്കുറിച്ചും ഇൻഡിപെൻഡന്റിനെ കുറിച്ചും, അടുത്ത ഡിയിൽ കിടക്കുന്ന 4 പോയിന്റ് അയാളെ ബന്ധുവിനെ കുറിച്ചും, അടുത്ത ഇയിൽ കിടക്കുന്ന പഠിക്കാൻ പോകുന്ന പോയിന്റ്സ് അയാളെക്കുറിച്ചും അയാളെ ബന്ധുവിനെ കുറിച്ചും. ബിക്കോസ് ദാറ്റ് വിൽ ബി അട്രാക്റ്റഡ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഓൾസോ ഹിസ് റിലേറ്റീവ്. ഇങ്ങനെ വേണം ഇത് പഠിക്കാൻ കേട്ടോ. ആദ്യത്തെ 3 പോയിന്റ് അയാളെക്കുറിച്ച് മാത്രമാണ്, അടുത്ത 4 പോയിന്റ് അയാളെ ബന്ധുവിനെ കുറിച്ച് മാത്രമാണ്. ഇനി പഠിക്കാൻ പോകുന്ന അയാളെക്കുറിച്ചും അയാളെ ബന്ധുവിനെ കുറിച്ചും കൂടെ. എന്താണ് പോയിന്റ് നമ്പർ 1? അയാളോ അയാളെ ബന്ധുവോ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ കമ്പനിയിൽ ഒരു കീ മാനേജർ പേഴ്സണലോ ഒരു എംപ്ലോയിയോ ആയിരിക്കാൻ പാടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അയാളോ ഇൻഡിപെൻഡന്റോ അയാളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സോ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ ഒരു KMB പൊസിഷൻ അലങ്കരിക്കുന്ന ആൾ, CEO, CFO, CSO ആവാൻ പാടില്ല. ഇപ്പോഴും പാടില്ല, കഴിഞ്ഞ 3 വർഷത്തിലും പാടില്ല. കാരണം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലേ, നമ്മൾ എന്താ പഠിക്കുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അപ്പം അങ്ങനെ ഒരാളെ ഞാൻ തന്നെ ഒരു കമ്പനിയിലെ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ 2 വർഷം. എന്നിട്ട് ഞാൻ ഈ കമ്പനിയിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നാൽ എനിക്കൊന്ന് ഇൻഡിപെൻഡൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു റിലേറ്റ്, എൻ്റെ ബ്രദർ അവിടുത്തെ CFO ആണ്, ഞാൻ അവിടുത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആവാൻ പോകുന്നു. ഇൻഡിപെൻഡൻസി ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ റിലേറ്റഡ് അല്ലേ. അങ്ങനെ പ്രാക്ടിക്കലി മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ഒരു ബന്ധു അവിടുത്തെ CEO ആണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബ്രദർ ഒരു കമ്പനിയിൽ വലിയ ബാംഗ്ലൂർ കമ്പനിയിലെ IT കമ്പനിയിലെ CEO ആണ്. ഞാൻ ഇൻഡിപെൻഡന്റിലെ രജിസ്റ്റേർഡ് ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു IICAയുടെ ഡേറ്റാ ബാങ്കിൽ ഞാനുണ്ട്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ആ കമ്പനിയിൽ തന്നെ എൻ്റെ ബ്രദർ വിളിക്കുന്നു, ബാ നമുക്കിവിടെ ഇൻഡിപെൻഡന്റ് ആവാം, നമുക്കിവിടെ ഒത്തിച്ചിരിക്കാം. പറ്റുമോ? കാരണം എൻ്റെ റിലേറ്റീവ് ആണ്, എൻ്റെ ബ്രദറാണ് അവിടുത്തെ CEO. എനിക്ക് പറ്റത്തില്ല ഇൻഡിപെൻഡന്റ് ആവാൻ. അപ്പോൾ കുറച്ച് കോമൺ സെൻസ് ആണത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കുക. കടിച്ചാപ്പൊട്ടത്തെ ലോ ആയിട്ട് മനസ്സിലാക്കുന്നതിനുപരി യു ഷുഡ് അപ്ലൈ സം കോമൺ സെൻസ്. എന്താണ് ഇൻഡിപെൻഡന്റ് എന്ന് മറക്കരുത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തയും പ്രവൃത്തിയും എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ തന്നെ ബ്രദർ അവിടുത്തെ CEO ആണ്, ഞാൻ അവിടെ ബോഡി പോയി ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തന്നെ എന്ത് ഇൻഡിപെൻഡൻസ് ആണുള്ളത്? എനിക്ക് അവിടെ പോയി സ്വതന്ത്രമായിട്ട് ഒരു ഡിസിഷൻ പറയാൻ പറ്റുമോ? ക്യാൻ ഐ അഡ്വൈസ് ദ ബോർഡ് ഇൻഡിപെൻഡന്റ്ലി? നോ, ബിക്കോസ് ഐ വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിലേഷൻഷിപ്പ് ഓഫ് മൈ ബ്രദർ. ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പോൾ ഞാനോ, അതായത് അയാളോ അയാളുടെ ബന്ധുവോ ആ കമ്പനിയിലോ കഴിഞ്ഞ 3 വർഷമായിട്ട് ആ കമ്പനിയിൽ KMB ആയിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മേജർ എംപ്ലോയി ആയിരിക്കാനും പാടില്ല. അടുത്ത
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മളൊക്കെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇസ് ഓർ ഹാസ് ബീൻ ആൻ എംപ്ലോയി or proprietor or a partner in 3 years, immediately preceding 3 years, of a firm of auditors, a firm of PCS, practicing company secretary, firm of cost accountants, in any of its group company. ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടറോ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ റിലേറ്റീവോ ഈ പറയുന്ന നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫേമിന്റെയോ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ഫേമിന്റെയോ കോസ്റ്റ് ഓഡിറ്റർ ഫേമിന്റെയോ എംപ്ലോയിയോ പ്രൊപ്പറേറ്ററോ പാർട്ണറോ ആയിരിക്കാൻ പാടില്ല ലാസ്റ്റ് 3 ഇയർ ആയിട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഞാൻ ഈ വർഷം ആ കമ്പനിയിൽ ഓഡിറ്റർ ആയിരുന്നു, അടുത്ത വർഷം എന്നെ അവിടെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ ആ കമ്പനിയുടെ സെക്രട്ടറി ഓഡിറ്ററാണ്, അടുത്ത വർഷം എന്നെ അവിടെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫേമോ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ഫേമോ പ്രാക്ടീസിംഗ് കോസ്റ്റ് അക്കൗണ്ട് ഫേമിലെയോ ഒരു എംപ്ലോയിയെയോ പ്രൊപ്പറേറ്ററിനെയോ പാർട്ട്ണറിനെയോ നമ്മുടെ ഈ കമ്പനിയിൽ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റില്ല. 3 വർഷം കഴിഞ്ഞാൽ പറ്റും. അതുപോലെ തന്നെ ലോ ഫേം അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി ഫേമിന്റെ ഇതുപോലെ എംപ്ലോയിയോ പ്രൊപ്പറേറ്ററോ പാർട്ണർ ആണെന്നുണ്ടെങ്കിലും ഈ കമ്പനിയുടെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ലോ ഫേമിന്റെയോ ഒരു കൺസൾട്ടൻസി ഫേമിന്റെയോ എംപ്ലോയിയോ പ്രൊപ്പറേറ്ററോ പാർട്ണറിനെയോ നമ്മൾ ഈ പറയുന്ന കമ്പനിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ടും ഇങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആരാക്കാൻ പാടില്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കാൻ പാടില്ല. അവിടെ ചെറിയൊരു എക്സംഷൻ ഉണ്ട്. ഈ പറയുന്ന ലോ ഫേമിന് അല്ലെങ്കിൽ കൺസൾട്ടൻസി ഫേമിന് ഈ കമ്പനിയിൽ നിന്നും അവരുടെ ടേൺ ഓവറിന്റെ 10% മുകളിൽ, അവരുടെ ഇൻകത്തിന്റെ 10% മുകളിൽ വരുമാനം കിട്ടുകയാണെങ്കിൽ മാത്രം മതി ഈ പറയുന്ന എക്സംഷൻ അട്രാക്ട് ആവും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് ഒരു ലോ ഫേം ഉണ്ട്, A&Co. ഈ A&Co ആ കമ്പനിയുടെ ലോ ഫേം ആണെന്ന് മറക്കരുത്, കഴിഞ്ഞ 3 വർഷമായിട്ട് അല്ലെങ്കിൽ 3 വർഷത്തിനിടയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഈ ലോ ഫേമിന്റെ എംപ്ലോയിയോ പ്രൊപ്പറേറ്ററോ പാർട്ണറോ ഈ കമ്പനിയിൽ ഇൻഡിപെൻഡന്റ് ആവാൻ പോരുത്. അവിടെ എക്സെപ്ഷൻ എന്താണ്? പക്ഷെ ഈ കമ്പനിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഈ ലോ ഫേമിന്റെ 10% മുകളിലുള്ള റവന്യൂവിന് കൂടുതലാണെങ്കിൽ മാത്രമേ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവത്തുള്ളൂ. ചെറിയ കൺസൾട്ടൻസി 5,000, 10,000, 20,000, 1 ലക്ഷം, 12 ലക്ഷം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഫേമിന്റെ 10% മുകളിൽ വരുമാനവും വരുന്നത് ഈ പറയുന്ന കമ്പനിയിലെ കൺസൾട്ടൻസി ഫീയിൽ നിന്നുമാണെന്നുണ്ടെങ്കിൽ ഈ റെസ്ട്രിക്ഷൻ അട്രാക്ട് ആവും. അപ്പോൾ 10% വരെ ഫീസ് വരെ എക്സംപ്റ്റഡ് ആണെന്ന്. നല്ല പോയിന്റ്സ് അല്ലേ? അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഈ കമ്പനിയുമായിട്ട് ക്ലോസ്ലി ബന്ധമുള്ള ഒരുപാട് റെക്കോർഡ്സിനൊക്കെ ആക്സസ് ഉള്ള സ്റ്റാറ്റ് ഓഡിറ്റേഴ്സും PCSും PCMAയും അതുപോലെ ലോ ഫേംസും അതുപോലെ തന്നെ കൺസൾട്ടൻസി ഫേംസിന്റെ എംപ്ലോയിമാരെയോ പാർട്ട്ണർമാരെയോ പ്രൊപ്പറേറ്റർമാരെയോ നമ്മൾ ഒരിക്കലും ഒരു കമ്പനിയിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഇത് വളരെ ക്ലിയർ ആണ്. അതെല്ലാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 3 വർഷത്തെ ബന്ധമാണ്. ദാറ്റ് മീൻസ് ഒരു 3 വർഷം കഴിഞ്ഞാണെങ്കിൽ പറ്റുന്നത്. നല്ല പോയിന്റ്സ് അല്ലേ? ലാസ്റ്റ്ലി പറയുന്നുണ്ട് 2% വോട്ടിംഗ് പവർ. കോമൺ ആയിട്ട് പറയുന്നു, അയാളോ ഇൻഡിപെൻഡന്റ് ഏതെങ്കിലും ബന്ധുക്കളോ നമ്മളെ കമ്പനിയിൽ 2% മുകളിൽ വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാരെയും തന്നെ നമ്മളെ കമ്പനി ഇൻഡിപെൻഡന്റ് ആക്കാൻ പാടില്ല. 2% മുകളിൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് വെച്ചാൽ അവൻ AGMൽ വരും, മീറ്റിംഗിൽ വരും. അവിടെ വന്ന് എങ്ങനെ അയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വോട്ട് ചെയ്യും? ശരിയല്ലേ? കാരണം വെച്ചാൽ അയാൾ അവിടെ ഇൻഡിപെൻഡന്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് യു കനോട്ട് ഹാവ് എ ഡ്യുവൽ റോൾ. ശരിയല്ലേ? ഒന്ന് ആലോചിച്ചോളൂ, ഞാനൊരു കമ്പനിയിൽ 8% ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ ആ കമ്പനി ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പോൾ AGMലൊക്കെ പ്രശ്നം വരും അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 2% മുകളിൽ വോട്ടിംഗ് റൈറ്റ്സ് കൂടുതലുള്ള ആരെയും തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡന്റും പാടില്ല, അതുപോലെ തന്നെ അയാളുടെ ബന്ധു അവിടെ എങ്ങനെയാണെങ്കിലും പാടില്ല. അടുത്തത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ അതുപോലത്തെ ബോഡി കോർപ്പറേറ്റ്സും ഉണ്ട്. അപ്പോൾ അത്തരം ബോഡി കോർപ്പറേറ്റ്സിന് ഈ കമ്പനിയിൽ നിന്നും 25% മുകളിൽ റിസിപ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡി കോർപ്പറേറ്റിലെ CEO ഡയറക്ടറോ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആവാൻ പോകുന്ന ആളാണെങ്കിൽ അയാളെയും നമ്മൾ എന്ത് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എടുക്കാം, ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പൈസയും കൊടുക്കുന്നുണ്ട്, വരുമാനങ്ങളും ഡൊണേഷനും കൊടുക്കുന്നുണ്ട്, 25% മുകളിൽ കിട്ടുന്നുണ്ടാകാം ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ CEOക്കോ ഡയറക്ടർമാർക്കോ ഈ അസിസ്റ്റൻസ് കിട്ടിയ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റൂല. കാരണം ഈ പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഡൊണേഷൻ കിട്ടുന്ന ആ കമ്പനിയിൽ നിന്നാണ്. അപ്പൊ ആ കമ്പനിയിൽ നിങ്ങൾ എങ്ങനെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവും? നിങ്ങൾ ഇൻഡിപെൻഡന്റ് അല്ലല്ലോ, കാരണം യു ആർ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് കമ്പനി. സോ ഹൗ ക്യാൻ യു ഹാവ് എൻ ഇൻഡിപെൻഡന്റ് വ്യൂ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനിയിൽ നിന്നും
25% മുകളിൽ അസിസ്റ്റൻസ് കിട്ടുന്ന, ഡൊണേഷൻ കിട്ടുന്ന അത്തരം നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷന്റെ സിഇഒമാർക്കോ ഡയറക്ടർമാർക്കോ വേറൊരു കമ്പനിയിൽ, ആ അസിസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പറ്റത്തില്ല. അത് നോക്കി വയ്ക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാറ്റഗറി നിങ്ങൾ മറക്കണം. അപ്പൊ ഇവിടെ ഒരു 4 പോയിന്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഒന്നുകൂടി പറയാം. ആദ്യത്തെ 3 പോയിന്റ് ഡയറക്ടറിനെ കുറിച്ചും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പോകുന്ന ആളെ കുറിച്ചും, അല്ലെ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പോകുന്ന ആളെ കുറിച്ചും. അടുത്ത 4 പോയിന്റ് അയാളെ ബന്ധുവിനെ കുറിച്ചും. അടുത്ത 4 പോയിന്റ് അയാളെ കുറിച്ചും അയാളെ ബന്ധുവിനെ കുറിച്ചും. അപ്പോ 149 സബ്സെക്ഷൻ 6 ക്രൈറ്റീരിയ പഠിക്കുന്ന ഒരു ആർട്ടാണ്. എങ്ങനെയാണ്? ഒരു വിധം പറഞ്ഞ് ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്നും പറയാം. അങ്ങനെ എടുക്കുന്നവരുണ്ട്. ക്രൈറ്റീരിയ ആദ്യത്തെ 3 പോയിന്റ് അയാളെ കുറിച്ച്, അടുത്ത 4 പോയിന്റ് അയാളെ ബന്ധുവിനെ കുറിച്ച്, അടുത്ത 4 പോയിന്റ് അയാളെ കുറിച്ചും അയാളെ ബന്ധുവിനെ കുറിച്ചും. അപ്പോ 4, 4, 8, 3, 11 പോയിന്റ്. ഇതിനു പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്, പൊതുവെ ശ്രദ്ധിക്കാതെ പോകരുത്. ഇതാണ് എഫ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എഫ് എന്ന് പറയുന്ന ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്, ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൽ പൊസസ് അപ്രോപ്രിയേറ്റ് സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ഇൻ one or more field of finance, law, management, sales, marketing, administration, research, corporate governance, technical operations or other disciplines related to the company's business. ഇത് മറക്കരുത്. I would have appreciated the law. ഈ പോയിന്റ് ആക്ച്വലി ആദ്യം അങ്ങ് പറയാമായിരുന്നു. ശരിയല്ലേ? ആദ്യം അത് പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ബന്ധുവും ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലേ? അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലായി. എൻ്റെ അപ്പുറത്തെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇതൊന്ന് വായിക്കണം. ഞാൻ തുടക്കത്തിൽ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ ശരിക്കും ഇതാണ് അതിൻ്റെ എസൻസ്. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ സ്കില്ലും എക്സ്പീരിയൻസും നോളജും ഉണ്ട്. ഏത് ഫീൽഡിലോ, താഴെ പറയുന്ന ഒന്നിൽ കൂടുതൽ ഫീൽഡിലോ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കുട്ടികളെ ഫീൽഡ്? ലോയിലോ, ഫൈനാൻസിലോ, മാനേജ്മെന്റിലോ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലോ, അഡ്മിനിസ്ട്രേഷനിലോ, റിസർച്ചിലോ, കോർപ്പറേറ്റ് ഗവേണൻസിലോ, ടെക്നിക്കൽ ഓപ്പറേഷൻസിലോ, അതുപോലെ കമ്പനിയെ ബന്ധപ്പെടുന്ന സബ്ജക്ട്സിലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു അക്കാഡമിഷ്യൻ രീതിയിൽ പറയും, എപ്പോഴും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ യോഗ്യതയുള്ളത് ഒരു 10-15 വർഷമെങ്കിലും ഏതെങ്കിലും നല്ല കമ്പനിയുടെ, വലിയ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ജനറൽ മാനേജറായിട്ടോ, ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടോ, ചീഫ് ജനറൽ മാനേജറായിട്ടോ, ED ആയിട്ടോ. പ്രാക്ടിക്കലി അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആരായാലും നല്ലൊരു വലിയ കമ്പനി, ഒരു 1000 കോടിയൊക്കെ ടേണോറുള്ള വലിയ കമ്പനിയിൽ ഒരു 15 വർഷമെങ്കിലും ടോപ്പ് മാനേജ്മെന്റിൽ ഇരുന്നിരിക്കണം അദ്ദേഹം, അല്ലേ? അറ്റ്ലീസ്റ്റ് ഇറങ്ങുമ്പോഴെങ്കിലും ഒരു ജനറൽ മാനേജർ പോസ്റ്റിലെങ്കിലും അദ്ദേഹം ഇറങ്ങിയിരിക്കണം. അങ്ങനെ ഒരാള് അദ്ദേഹത്തിന് ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസിനെ ഇതര കമ്പനികളുടെ ബോർഡിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സംവിധാനം വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഷെയർ ചെയ്യുന്ന കമ്പനിയിൽ ഫിനാൻഷ്യൽ ബന്ധങ്ങൾ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ മോളിൽ പറഞ്ഞ കംപ്ലീറ്റ് ക്രൈറ്റീരിയയും പറയാൻ കഴിയും. ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നല്ല ബിസിനസ് സ്കൂളിന്റെ MBA, റിട്ടയർഡ് IAS ആൾക്കാർ, ഒരു 15 വർഷം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു 15 വർഷം വലിയ കമ്പനികൾക്ക് വർക്ക് ചെയ്തിട്ടുള്ള നല്ല കമ്പനി സെക്രട്ടറി, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ആയിരിക്കാം, നല്ല BTech ഒക്കെ പഠിച്ച്, നല്ല MTech ഒക്കെ പഠിച്ചിട്ടുള്ള, അല്ലേ? അല്ലെങ്കിൽ നല്ല മാർക്കറ്റിംഗ് കണ്ടിട്ടില്ല, ഭയങ്കരമായിട്ട് ബിസിനസ് മാർക്കറ്റിംഗിലൊക്കെ സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കാം, ഏതെങ്കിലും വലിയ വലിയ ബാങ്കുകളിലെ ചീഫ് റിസ്ക് ഓഫീസർ ആയിരിക്കാം, റിസ്ക് മാനേജ്മെന്റ് എക്സ്പെർട്ട് ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ലോ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഡിപെൻഡൻസിന്റെ ക്രൈറ്റീരിയ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോളി പറഞ്ഞതൊക്കെ ടെക്നിക്കൽ ഗ്രൗണ്ട്സ് ആണ്. ദ ബേസ് ക്രൈറ്റീരിയ ഈസ് സ്റ്റേറ്റഡ് ഇൻ ദിസ് ക്ലോസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ലോസും മോളി പറഞ്ഞ 11 ക്രൈറ്റീരിയ കൂട്ടുമ്പോൾ കുട്ടികളെ മൊത്തം 12 ക്രൈറ്റീരിയ ഉണ്ട്. ക്ലിയർ ആണല്ലോ? 3 + 4 + 4 + 1, അങ്ങനെ മൊത്തം 12 ക്രൈറ്റീരിയയാണ് 149 സബ്സെക്ഷൻ 6ൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാനുള്ള യോഗ്യത അഥവാ ക്രൈറ്റീരിയ അഥവാ ട്രൈറ്റ്സ് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെ ആളെ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ട് ചേർന്ന് ഒരു ഡേറ്റാ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഡേറ്റാ ബാങ്ക്, അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും, അവരെ നേരിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾക്ക് അതിനുള്ള മറ്റുള്ള പ്രോസസ്സിലോട്ട് പോകാം. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഡിന്ന് വേണം, വാലിഡ് ആയിട്ടുള്ള ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ഇതിനൊക്കെ പുറമെ ഹൈലി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കും. അതിനൊരു ഡേറ്റാ ബാങ്ക് മിനിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഡേറ്റാ ബാങ്ക് എന്നാണ് പറയുന്നത്. അതിൽ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിൽ സാറും അതിലൊരു മെമ്പറാണ്, ഞാനും ഒരു രജിസ്റ്റേർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. അപ്പോൾ നമ്മളെ സമീപിച്ചാൽ നമുക്ക് ആ കമ്പനിയുമായിട്ടുള്ള മറ്റുള്ള ക്രൈറ്റീരിയാസും എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കും ആ കമ്പനിയിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാം, പ്രൊവൈഡഡ് യു ഹാവ് എ വാലിഡ് ഇൻ ആൻഡ് യു ഷുഡ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു, ആ ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി പെരിഫറൽസ് ഏരിയ ഉണ്ട്, നല്ലൊന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ 149(4) കഴിഞ്ഞു, 146 കഴിഞ്ഞു, ഇനി 149(7). ഡിക്ലറേഷൻ ചോദ്യം ഇതാണ്, ഇതൊക്കെ ഈ ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ അട്രാക്ട് ആവുന്നുണ്ടോ, ഈ മോളി പറഞ്ഞ ക്രൈറ്റീരിയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? അത് നമുക്കറിഞ്ഞൂടാ, നമ്മൾ അയാൾക്ക് തന്നെ ചോദിക്കും. സോ ദ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഹാസ് ടു ഡിക്ലെയർ or give a declaration that he is meeting the criteria under section 149(6) at every time. അപ്പോൾ അത് എപ്പോഴും ഡിക്ലെയർ ചെയ്യണം? കമ്പനിയുടെ ആദ്യത്തെ എല്ലാ വർഷത്തെ തുടക്കത്തിൽ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ ഡിക്ലെയർ ചെയ്യണം. എല്ലാ വർഷവും എല്ലാ വർഷവും നടക്കുന്ന എല്ലാ ഫിനാൻഷ്യലും നടക്കുന്ന ആദ്യത്തെ ബോർഡ് മീറ്റിംഗിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പം ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് ഡിസ്ക്ലോസ് ചെയ്യണം. ജോയിൻ ചെയ്തതിനു ശേഷം എല്ലാ വർഷവും നടക്കുന്ന ആദ്യത്തെ ബോർഡ് മീറ്റിംഗിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അടുത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമ്പോൾ നമ്മൾ കമ്പനിയെ ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ all these parameters has to be self-attested by the independent director himself. Okay, so he have to give a declaration that I am meeting the above criteria while he joins the company at every first board meeting of every year and whenever there is a change. So 149 clause 7 subsection 7 casts responsibility on the independent director to give a declaration. Coming to remuneration, ഒരുപാട് ഡൗട്ട് ആണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ഉണ്ടോ? സെക്ഷൻ 149 subsection 9. See, you cannot get any free service honestly because he is such an experienced person. 15-20 years experience ഉള്ള ആളെ പിടിച്ചു നിർത്തിയിട്ട് ഒന്നും തരൂല, ശമ്പളം തരൂല എന്ന് പറയാൻ പറ്റുമോ? That you can't expect. See, whenever you want highly talented people, highly experienced people, highly skilled people, obviously you have to give attractive remuneration to him. അല്ലേ? അല്ലെങ്കിൽ നല്ല കമ്പനികൾ റാഞ്ചി കൊണ്ടുപോകും അല്ലെ? അങ്ങനെയല്ലേ പൊതുവെ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, യു ക്യാൻ ഗിവ് റെമ്യൂണറേഷൻ ബൈ വേ ഓഫ് ഫീസ്. All their expenses genuine in the sense that reasonable expenses incurred by the independent director for attending the board meeting has to be reimbursed. അത് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള കമ്മീഷനും അയാൾക്ക് കൊടുക്കാം. അതായത് കമ്പനിയുടെ ലാഭത്തിന് വിഹിതമായിട്ടൊരു കമ്മീഷനും അയാൾക്ക് കൊടുക്കാം, ആസ് അപ്രൂവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ കുട്ടികളെ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ഉണ്ടോ? യെസ്, കൊടുക്കാം. റെമ്യൂണറേഷൻ 197 കൊടുക്കാം. അദ്ദേഹത്തിന് ഇൻകർ ആവുന്ന എക്സ്പെൻസോ, ബോർഡ് മീറ്റിംഗിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവും, ഹോട്ടൽ താമസവും, അതെല്ലാം അയാൾക്ക് തിരിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ലാഭത്തിന്റെ വിഹിതവും അയാൾക്ക് കൊടുക്കാം. നോട്ട് എ ഡിവിഡൻഡ്, ആസ് എ കമ്മീഷൻ, ആസ് എ പ്രോഫിറ്റ്. അദ്ദേഹത്തിന്റെയും കൂടെ അറിവ് ഷെയർ ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്രയും ലാഭം കിട്ടിയതില്ല, അപ്പൊ അതുകൊണ്ട് കൊടുക്കാം. പക്ഷെ എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? ഹി കനോട്ട് ബി ഇഷ്യൂഡ് എ സ്റ്റോക്ക് ഓപ്ഷൻ. നിങ്ങൾക്ക് അറിയാലോ, ഒരു 2% ലിമിറ്റ് ഒക്കെ മുകളിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ he cannot be included for compensating through a stock option. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് സ്റ്റോക്ക് ഓപ്ഷൻ വഴി റെമ്യൂണറേറ്റ് ചെയ്യരുത്. അതൊഴികെ ബാക്കി മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? റെമ്യൂണറേഷൻ കൊടുക്കാം. ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ കാലാവധി 149 subsection 10. കാലാവധി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കമ്പനിയുമായിട്ട് ഒരുപാട് വർഷം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇൻഡിപെൻഡൻസിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി എ ഫാമിലി ഡയറക്ടർ. സോ യു ഷുഡ് ബി ആൻ ഇൻഡിപെൻഡന്റ്. ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്നത് അയാൾ ഒരു ഫാമിലി ഡയറക്ടർ ആയ അയാൾക്ക് പിന്നെ ബന്ധം വന്നു തുടങ്ങും അല്ലേ? അതുകൊണ്ട് വി ഡോണ്ട് വാണ്ട് ടു ബന്ധം ഇൻ ദ സെൻസ് ദാറ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങും. സോ ഹി ഡോണ്ട് വാണ്ട് ടു, ദ ലോ ഡസ് നോട്ട് വാണ്ട് ഹിം ടു ബി മോർ ദാൻ എ പർട്ടിക്കുലർ ത്രെഷോൾഡ് ലിമിറ്റ്. സോ ബൈ ഡിഫോൾട്ട് കുട്ടികളെ, ദ ടെന്യൂർ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഈസ് ഫോർ എ ടേം ഓഫ് 5 consecutive years. 5 year ബ്ലോക്കാണ് കോൺസിക്യൂട്ടീവ് ആയിട്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു 5 വർഷം പറ്റും. പക്ഷെ പ്രൊവൈഡഡ് ഷെയർ ഹോൾഡറിന്റെ അപ്രൂവൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ജനറൽ മീറ്റിംഗിൽ അപ്രൂവൽ എടുക്കണം. +5 ഈ 2 ടേമും കഴിഞ്ഞാൽ 5 + 5 അപ്പോൾ 10 അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിനുശേഷം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആക്കണമെങ്കിൽ 3 വർഷം കൂളിംഗ് പീരീഡ് കൊടുക്കണം.
അപ്പോൾ ഇൻഡിപെൻഡന്റ് ടെന്യൂർ എത്രയാണ്? ഒരാളെ മാക്സിമം അറ്റ് ദ സെയിം ടൈം കോൺസിക്യൂട്ടീവ് 5 വർഷം വരെ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ബോർഡ് അപ്രൂവൽ മതി. ഈ 5 വർഷം കഴിഞ്ഞ അയാളെ റീ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ക്രൈറ്റീരിയസ് എല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ച് ജനറൽ മീറ്റിംഗിന്റെ അപ്രൂവലോടുകൂടി, ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവലോടുകൂടി മാത്രമേ അടുത്ത ടേം കൊടുക്കാൻ പാടുള്ളൂ. അതും വേണമെങ്കിൽ 5 വർഷം വരെ കോൺസിക്യൂട്ടീവ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ 2 ടേമും ഇൻഡിപെൻഡന്റ് ഇരുന്ന ആള്, അതായത് 5 + 5 10 ആയി കഴിഞ്ഞാൽ ഇനിയും അയാളെ ഇൻഡിപെൻഡന്റ് ആക്കണമെങ്കിൽ ഒരു 3 വർഷം കൂളിംഗ് പീരീഡ് കൊടുക്കണം. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ അയാളെ പിന്നെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പാടുള്ളൂ. അതൊക്കെ നിങ്ങളെ കമ്പനിയുടെ ഇതനുസരിച്ച്. അപ്പോൾ 5 + 5, ആദ്യത്തെ 5 ബോർഡ് അപ്രൂവൽ, അടുത്ത 5 ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ അറ്റ് ജനറൽ മീറ്റിംഗ്, അടുത്ത 3 years ഗ്യാപ്പ് കൂളിംഗ് പീരീഡ്. അതിനുശേഷം വേണമെങ്കിൽ അയാൾ അപ്പോയിന്റ് ചെയ്യുന്നത് പരിഗണിക്കാം. 149:10 ഓൾമോസ്റ്റ് കഴിഞ്ഞു. അറൗണ്ട് 40-45 മിനിറ്റ് അല്ലേ? യെസ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സിറ്റിംഗ് ഫീ ആവശ്യം. ഇനി കമ്മിങ് ടു റോൾ ഓഫ് ഇൻഡിപെൻഡന്റ്. ഇതെല്ലാവരും അറിയണത്, ഒരു ലോ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ, കൺസെപ്റ്റ് മറന്നു വരുന്നത്. ഇൻഡിപെൻഡന്റ് റോൾ എന്ന് പറയുന്നത് അദ്ദേഹം ബേസിക്കലി ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ചെയ്യണം. കാരണം അദ്ദേഹമാണ് ഇൻഡിപെൻഡന്റ്. ബാക്കി ഇരിക്കുന്ന ഡയറക്ടർമാർ ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കത്തില്ല. മേജർ ഷെയർ ഹോൾഡർ ആയിരിക്കാം, പ്രൊമോട്ടർ ആയിരിക്കാം, പ്രൊമോട്ടറിന്റെ ആളായിരിക്കാം, പ്രൊമോട്ടറുടെ ബന്ധുവായിരിക്കാം, KMB ബന്ധുവായിരിക്കാം. സോ മൈൻഡ് you as an independent director should take a balanced view to avoid conflict of interest among others. Point number 2, you should be useful for succession planning. Point number 3, you should act as a coach, you should act as a mentor, you should act as a sounding board. നിങ്ങൾ മറ്റൊരെല്ലാം ഫുൾ ടൈം ബോർഡിൽ തലപോച്ച് ഡെയിലി ഓഫീസിൽ വന്ന് പോയി ദൂരോട്ട് സ്ട്രാറ്റജി ഇരിക്കുന്നത്. നിങ്ങൾ ബോർഡ് മീറ്റിങ്ങിന് മാത്രമേ പോകുന്നുള്ളൂ. ഹ്യൂമങ്കസ് എക്സ്പീരിയൻസുമായിട്ടാണ് പോകുന്നത്. യു ആർ an experienced guy of around 15 to 20 years experience. So you should be like a mentor. You should be like a coach. You should be like a sounding board. ബോർഡിനെ ഉപദേശിക്കുകയും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുകയും കറക്റ്റായിട്ട് അവരുടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും പുതിയ ഇന്നോവേറ്റീവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഡ്വൈസ് ചെയ്യും. അതിലൊക്കെ പുറമെ ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഗൈഡിങ് ആളായിട്ട് നിങ്ങൾ കൂടെ പോകും. അതിനാണ് നിയമം നിങ്ങളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കമ്പനിയിൽ വച്ചിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി പ്രൊവൈഡ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്. ഇതാണ് വളരെ ക്രൂഷ്യൽ. കമ്പനിയിൽ പ്രത്യേകിച്ച് പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പല ഗ്രൂപ്പായിട്ട് ചായുകയും അതിനൊക്കെ പുറമെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പല കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും യുവർ ജോബ്, ഇൻഡിപെൻഡന്റ് ജോബ്, ഈസ് ടു പ്രൊവൈഡ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്. സ്വതന്ത്രമായിട്ടുള്ള എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടുള്ള ഉപദേശം, തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വൈറ്റൽ ഡയറക്ടറാണ്. He should provide an independent view on all matters. ഒരു ബാലൻസ്ഡ് ആയിട്ട് ബോർഡിനെ കൊണ്ടുപോവുക. നമുക്ക് ആ കമ്പനിയുമായിട്ട് പെക്യൂനറി ബന്ധമൊന്നുമില്ല, ഫിനാൻഷ്യൽ ബന്ധമൊന്നുമില്ല. ഞാൻ അവിടുത്തെ ആരുടെ മെയിൻ ആൾക്കാരുടെ ബന്ധുവുമല്ല. എൻ്റെ മെയിൻ ആൾക്കാരും അവിടെ ഡെറ്റ് വെച്ചിട്ടില്ല, മേജർ ഷെയർ ഹോൾഡേഴ്സ് അല്ല, സപ്ലയർ അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓഡിറ്റർ അല്ല, ആരും അത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഇൻറ്റിമേറ്റ് ഉള്ള ആരുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട്, എക്സ്പെർട്ടൈസിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് എൻ്റെ വ്യൂസ് പറയാൻ പറ്റും, പറയണം. അതാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. കുട്ടികളെ ഡെഫിനിഷൻ 2 clause 47 section 149 subsection 4 applicability and number of independent directors, 149 subsection 6 criteria for appointing independent directors or qualification or disqualification of independent directors, 149 subsection 7 declaration by independent directors, 149 subsection 9 remuneration of independent directors, 149 subsection 10 tenure of independent directors. നല്ല രീതിയിൽ പഠിക്കുക. നല്ലൊരു ഏരിയ ആണ്, നല്ല മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് വിൽ സാർ വീണ്ടും വരാം. ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കുക. എപ്പോഴും കൂടെ ഉണ്ടാവും സ്വന്തം ഒരു